നോമ്പുകാലത്ത് ഉണ്ടാക്കാൻ പറ്റിയ 4 നാടൻ തോരനാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുമായ ചക്കക്കുരു തോരനാണ് ആദ്യത്തേത്. അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 25 ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞത്, ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ, ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ തന്നെ അരിഞ്ഞത്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞുകൊണ്ടാണ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്. 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. Cook with Sophie, sharing 40 years experience. ചക്കക്കുരു ഇതുപോലെ ഇതിന്റെ പുറത്തെ തൊലി മാത്രമേ കളയാവുള്ളൂ. അകത്തെ ഈ ചുമന്ന തൊലി കഴിവതും കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിങ്ങനെ ചെറുതായിട്ട് കീറണം. ഇതുപോലെ ചെറുതായിട്ട് കീറിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നീളത്തിൽ തന്നെ ഇങ്ങനെ കീറിയെടുക്കണം. അങ്ങനെ ഞാൻ കീറി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമുക്കിനി വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അകത്ത് പച്ചമുളകും ഈ വറ്റൽമുളകും മാത്രമേ എരിവിന് ഞാൻ ചേർക്കുന്നുള്ളൂ. കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് സവാള ചേർക്കാം. ഈ അല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ വഴന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങയെ ചിരണ്ടി എടുത്തിട്ടുള്ള. ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ആദ്യമേ കുറച്ചേ ഇടാവുള്ളൂ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ചക്കക്കുരു വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിടണം. ഇതിൻ്റെ വേവ് നമുക്കറിയത്തില്ല. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് ആവി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. വേകുന്നതിന് മുമ്പ് വെള്ളം വറ്റിപ്പോവുകയാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് തീ കുറച്ചിടാം. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളമായി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് ചക്കക്കുരു നല്ലവണ്ണം വെന്തിട്ടുണ്ട്. വെള്ളവും പറ്റി. ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
നമുക്കിതിലേക്ക് ഒരല്പം പച്ചക്കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ആവിയിൽ കിടന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അല്പസമയം ഒന്ന് മൂടി വെക്കാം. നമ്മളിത് 2 മിനിറ്റോളം മൂടി വെച്ച് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായി. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വാഴച്ചുണ്ടും ചെറുപയറും ചേർന്ന തോരനാണ് അടുത്തത്. വീഡിയോ കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വാഴച്ചുണ്ട്. ഇത് ഏത്തവാഴയുടെ ചുണ്ടാണ്. പുറത്തെ 4-5 പോളം ഞാൻ പൊളിച്ച് കളഞ്ഞതാണ്. ഇതിൻ്റെ അറ്റം മുറിച്ച് വെച്ചേക്കുന്നതാണ് ഇത് കറ പോകാനായിട്ട്. 1/2 കപ്പ് ചെറുപയർ 15 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 3-4 പ്രാവശ്യം കഴുകിയിട്ടാണ് ഞാനിത് കുതിർത്ത് മൂടി വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിക്കാനും എടുക്കാം. 1 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ഒരു 10-25 ചുവന്നുള്ളി. ഇത് 2-3 എണ്ണം നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ് അരപ്പിൻ്റെ കൂടെ. ബാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനുള്ളതാണ്. 4 പച്ചമുളക്, കറിവേപ്പില, 8 അല്ലി വെളുത്തുള്ളി. ഇത് ചെറുതാണ്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണത്തിൽ കൂടുതൽ വേണ്ട. ആദ്യം നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അതിന് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എന്തായാലും കുഴപ്പമില്ല. ഇത് 3-4 പ്രാവശ്യം കഴുകി ഞാൻ ഈ വെള്ളത്തിലിട്ടിരിക്കുന്നത് കൊണ്ട് ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് കുഴഞ്ഞു പോകാതെ ഉപ്പിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഉപ്പ് വേവാകാറാവുമ്പോൾ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേകാൻ താമസിക്കും. നമുക്ക് ഈ വാഴച്ചുണ്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം. ഇത് ഏറ്റവും നല്ലത് ഏത്തവാഴയുടെ ചുണ്ടാണ്. നന്നായിട്ട് കൊത്തി അരിയണം. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞിടുമ്പം കയ്യെ കറ പറ്റിയ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്ത് കൊടുത്താൽ മതി, പൊക്കോളും. ഇതിപ്പം ചുണ്ടിൻ്റെ പകുതിയായി അരിച്ചില്ല. ഇത് പകുതി കഴിഞ്ഞാൽ പിന്നെ ചെരിച്ച് വേണം അരിയാൻ. ഈ നടുക്ക് ഇതുപോലെ ഒരു സ്റ്റെം ഇങ്ങോട്ട് നടുക്കോട്ട് വരുന്നുണ്ട്. അതിന് കൂടുതൽ കമർപ്പ് വരും. അതുകൊണ്ട് അതെടുക്കാതെ വേണം ഇനി ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലെ കൊത്തിയിട്ട് ചെരിച്ച് വേണം അരിയാൻ. ഈ സ്റ്റെം ഇവിടെ നിൽക്കണം. ഇത്രയും ഭാഗം നമുക്ക് മാറ്റാം. ഇനി ഈ വാഴച്ചുണ്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തിരുമ്മി വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കറ ഇറങ്ങും. 2 കൈ കൊണ്ടും ഇങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് തൂത്ത് വെക്കണം. പിന്നെ ഇതിന് കറ ഉണ്ടാകുകയില്ല. ഇതിനുവേണ്ടി ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കയ്യിലേക്ക് ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ടിൽ തിരുമ്മി വെക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇത് ഏകദേശം വേവാകാറായി. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ പറ്റാനുണ്ട് ഇന്നത്തെ. നമുക്ക് മൂടി വെക്കാം. പയർ വേവുന്ന നേരത്ത് നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 4-5 ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയൊക്കെ അതിനൊന്നും അളവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. പച്ചമുളക്, തേങ്ങ. ഇത് വെള്ളം കൂട്ടാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി,
മുളക് പൊടി, നമുക്ക് വെള്ളം ഇല്ലാതെ ഒന്ന് ചതച്ചെടുക്കാം. അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഉള്ളി ഒന്ന് അരിഞ്ഞു വെക്കാം. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് കളറ് മാറിയാൽ മതി, ഒത്തിരി ചുവന്ന് വരണ്ട. അതിലേക്ക് ഇന്ന് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ചുവന്ന് പോകാനല്ല, അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിക്കിട്ടണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വാഴച്ചുണ്ടിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പയറിന് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് വാഴച്ചുണ്ടിന് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. തീ കുറച്ചിട്ട് ഇത് മൂടി വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാതെ വെച്ചിരിക്കുന്നതാണ്. ഈ ആവി കൊണ്ട് വേണം അത് വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പയറ് വെന്തിരിക്കുന്നതുകൊണ്ട് ഈ വാഴച്ചുണ്ട് ഒരുമാതിരി 3/4 ഭാഗം വെന്തിട്ടേ പയറ് ചേർക്കുള്ളൂ. വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ ഇത് ചെറുതീയിൽ ഒരു 10 മിനിറ്റായിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. ഒരു 5-6 പ്രാവശ്യം ഞാനിത് തുറന്ന് ഇളക്കി കൊടുത്താണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. വാഴച്ചുണ്ട് വെന്തോന്ന് നോക്കണം. വാഴച്ചുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർക്കാം. പയറിനകത്ത് ഒട്ടും വെള്ളമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചെറുപയർ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. ചെറുതീയിൽ തന്നെ ആയിരിക്കണം. നമുക്കിതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3 മിനിറ്റ് പയർ ചേർത്ത് കഴിഞ്ഞ് മൂടി വെച്ചിരുന്നതാണ്. ഇത് അല്പം പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറുപയർ വാഴച്ചുണ്ട് തോരൻ റെഡിയായി. ഇത് ചോറിന് നല്ലൊരു തോരനാണ്.
നാട്ടിൻപുറങ്ങളിലും മാർക്കറ്റിലും ഇഷ്ടം പോലെ കിട്ടുന്ന കടച്ചക്ക കൊണ്ടാണ് അടുത്ത തോരൻ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കടച്ചക്കയുടെ പകുതിയാണ്. ഇത് ഇത്രയും മൊത്തം നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പകുതി എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 12 ചുവന്നുള്ളി, ഇത് വലിയ ഉള്ളിയാണ്, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുത്തോണം. തോരന് നമുക്ക് അല്പം എരിവൊക്കെ വേണമല്ലോ, അപ്പം നല്ല എരിവുള്ള 3 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി. ഈ പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. 1.5 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കളർ വേണ്ട, മഞ്ഞ കളറിൽ മാത്രം ഇരുന്നാൽ മതിയെങ്കിൽ മുളക് പൊടി മാറ്റാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 4-5 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ മുളകായതുകൊണ്ടാണ് 4-5 എടുത്തിരിക്കുന്നത്. ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ, കറിവേപ്പില. Cook with Sophie, sharing 40 years experience. ഈ കടച്ചക്ക ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇത് ഞാനിപ്പം തൊലി ചെത്തുന്നില്ല. കടച്ചക്ക നമ്മൾ മുറിച്ച് കഴിയുമ്പോഴേ ഇതുപോലെ ചുവന്ന കളറാകും കേട്ടോ. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് ചെറുതായിട്ട് മുറിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ തൊലി മാറ്റുന്നുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂഞ്ഞിലും പുറംതൊലിയും ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ടേ മാറ്റുന്നുള്ളൂ. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഇതിൻ്റെ 3/4 ഭാഗത്തോളം വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടാൽ മതി. ഇപ്പോൾ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരുന്നാണ്. പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കടച്ചക്ക ഒന്ന് തണുത്ത് വരുന്ന സമയത്തിന് നമുക്ക് ഈ ഉള്ളി, മുളകും, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ച് വെക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി അങ്ങോട്ട് മിക്സിയിലിട്ട് അരിഞ്ഞു പോകരുത്, ഇതുപോലെ ചതച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ പുറംതൊലിയും അകത്തെ കൂഞ്ഞിലും ഒക്കെ ഒന്ന് കളയണം. ഇങ്ങനെ ചെത്തിക്കളഞ്ഞാൽ മതി. ഉണ്ട് ഇതുപോലെ അകത്തെ ആ ഭാഗം ഇതുപോലെ ചെത്തിക്കളയാം. ഇതുപോലെ എടുത്ത് വെക്കാം. മുഴുവൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ആദ്യമേ ഇത് തൊലി ചെത്തിയിട്ടാണ് ഇതിന് വേവിച്ചെടുക്കുക. അന്നേരം നമ്മുടെ കൈയെല്ലാം നന്നായിട്ട് കറ പറ്റും. അപ്പം അതിലുമൊക്കെ എളുപ്പവും നല്ലതും ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ പുറംതൊലിയും കൂഞ്ഞിലും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ചെറുതാക്കി എടുത്താൽ മതി. ഇതുപോലെ ഈ കടച്ചക്ക മുഴുവൻ ഇങ്ങനെ ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരനുണ്ടാക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിലേക്ക് കടുക് ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും ചേർത്ത് പച്ചമണം മാറി വന്ന് നന്നായിട്ട് വാടിക്കിട്ടണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം.
അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടച്ചക്കയ്ക്ക് ഉപ്പിട്ടാണ് വേവിച്ചത്. അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നമ്മളതിന് മണം വരുമ്പോഴേ നമുക്കറിയാമല്ലോ മൂത്തത്. അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പൊടികളുടെയും പച്ചമണം ഒന്ന് മാറിക്കിടണം. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. കടച്ചക്കയ്ക്ക് ഇനി ഒത്തിരി വേവില്ലാത്തതുകൊണ്ട് ഈ തേങ്ങായി ഒന്ന് വരണം. ഒത്തിരി വഴന്നല്ല, ഒത്തിരി മൂത്ത് പോവുമല്ല. തേങ്ങയുടെ ആ പച്ചച്ചവയൊന്ന് മാറിക്കിട്ടണം. ഒരു 1-1.5 മിനിറ്റ് ചെറുതീരൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. പച്ചച്ചവയൊന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. കടച്ചക്കയ്ക്ക് ഒരല്പം വേവും കൂടെയുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറു തീയിലൊന്ന് അടച്ചു വെക്കണം. തീ കുറച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിരുന്നാണ്. ഇനി ഒന്ന് നോക്കാം. ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം പച്ചക്കറിവേപ്പിലയും കൂടെ ചേർക്കാം. തീ ഓഫ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇടിച്ചക്ക വെക്കുന്നത് പോലെ വെച്ച് കടച്ചക്ക തോരൻ റെഡിയായി. നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. പലരും കയ്പാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒന്നാണ് പാവയ്ക്ക. നല്ലൊരു പാവയ്ക്കാത്തോരൻ ഉണ്ടാക്കിയാലോ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്ക, ഇതുപോലെയുള്ള ഒരു പാവയ്ക്ക, വെള്ള നിറത്തിലുള്ള പാവയ്ക്കയാണ്. അതുകൊണ്ട് പൊതുവെ ഇതിന് കയ്പ് കുറവാണ്. ഒരു ഇടത്തരം സവാള കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അരിഞ്ഞു വന്നപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി കാണാം, 3 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കടുക്, ഉപ്പ്, കറിവേപ്പില, ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരണ്ടിയത്, വെളിച്ചെണ്ണ. Cook with Sophie, sharing 40 years experience. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ അറ്റവും ഇങ്ങനെയുള്ള ഭാഗമൊക്കെ മുറിച്ച് കളയണം. എന്നിട്ട് ഇത് ഇങ്ങനെ കൊത്തി കൊത്തി അരിയണം. ഇത് ഒത്തിരി മൂത്ത പാവയ്ക്കയല്ല. ഇത് കൊത്തി അരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ അകത്തെ കുരു എടുത്ത് കളഞ്ഞാൽ മതി. ഇത് കുറേ അരിഞ്ഞ് വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് കുരുവായത്. ഇനി നമുക്ക് ഇത് പിളർന്ന് ഇതിൻ്റെ അകത്ത് ഈ കുരുവും പാടയും എല്ലാം എടുത്ത് കളയണം. ഇതുപോലെ ക്ലീനാക്കി എടുക്കണം. ഇനി നമുക്ക് വീണ്ടും ഇത് ഇങ്ങനെ കൊത്തി അരിയാം. ഈ പാവയ്ക്ക മുഴുവൻ നമ്മൾ കൊത്തി അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്കിത് തോരൻ വെക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം.
വറ്റൽമുളക് ചേർക്കാം. അതിലേക്ക് ഇഞ്ചി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. സവാള ചേർക്കാം. കറിവേപ്പില ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ഞാൻ പാവയ്ക്കയുടെ കയ്പൊന്നും കളഞ്ഞിട്ടില്ല. ആ സ്വാഭാവികമായ കയ്പ് ഇതിനുണ്ട്. ഇത് വെള്ള പാവയ്ക്കയായതുകൊണ്ട് കയ്പ് കുറവുണ്ട്. ശരിക്കും പാവയ്ക്കത്തോരൻ്റെ രുചി കിട്ടണമെങ്കിൽ അതിൻ്റെ കയ്പ് കളയാതെ തന്നെ തോരൻ വെക്കണം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം. ഇപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. തേങ്ങ എന്തോരം ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർക്കുന്നത് പാവയ്ക്കത്തോരന് നല്ല ടേസ്റ്റാണ്. നമ്മുടെ കയ്യിലുള്ളതുപോലെ തേങ്ങ ചേർക്കുക. ഇനി നമുക്കിത് ചെറു തീയിലാക്കി അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെ വെച്ചേക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്കിതുപോലെ തന്നെ ചെറുതീയിൽ തന്നെ ആയിരിക്കണം മൂടി വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം വെച്ചിട്ട് ഒരു 7-8 മിനിറ്റായി. നമുക്കിത് വെന്തോന്ന് നോക്കാം. വെന്തോന്ന് എടുത്തൊന്ന് ഞെക്കി നോക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റിയായ പാവയ്ക്കത്തോരൻ റെഡിയായി. ഇനി നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.